നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ വിളിച്ച ഇഷ്ടാവോ? രാവിലെ മുതൽ എന്നോട് ദേഷ്യമാണല്ലോ പ്രസാദേട്ടന്. ചെല്ലുമോളെ, ചെന്ന് വിളിക്കേ. സീതമ്മ ചെന്ന് വിളിച്ചാ മതി. ഞാനോ? മോളല്ലേ അത് ചെയ്യേണ്ടത്. വേറൊന്നുമല്ല, ചമ്മന്തി അരയ്ക്കാൻ മിക്സിയുടെ ജാറിൽ എടുത്തു വെച്ചപ്പോഴാ കറണ്ട് പോയത്. സീതമ്മ പ്രസാദേട്ടനെ കൂട്ടിക്കൊണ്ടു വരുമ്പോഴേക്കും ഞാനത് അരച്ചെടുക്കാം. ഇത്രയൊന്നും പോരാഞ്ഞിട്ടാണോ ചമ്മന്തിയും കൂടി? എന്തായാലും പ്രസാദിന്റെ ഭാഗ്യ നീ. ഞാൻ വിളിക്കാം. പ്രസാദേട്ടൻ എന്തി വരുന്നുണ്ടോ? ഇല്ല, ഞാൻ കൊറേ വിളിച്ചു. അവന് തലവേദനയാ, അത്താഴം വേണ്ടാന്ന്. വിഷമായോ? സാരയില്ല, ജോലിയുടെ ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ തലവേദനയാവും. ഇത്തരം സാഹചര്യങ്ങളിൽ അവർ ഏറെ ആഗ്രഹിക്കുന്നത് ഭാര്യമാരുടെ സാന്നിധ്യമാ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ല. ഇങ്ങനൊരു മണ്ടി. എന്റെ മോളെ, നീ ആ റൂമിൽ ചെന്ന് ബാമോ എടുത്ത് മുകളിലേക്കൊന്ന് ചെല്ല്. അവിടെ നിപ്പുണ്ട് പ്രസാദ്. സ്നേഹത്തോടെ എന്തെങ്കിലും സംസാരിച്ച് ഇത്തിരി ബാമൊക്കെ പുരട്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവാ. നീ വിളിച്ച പ്രസാദിന് വരാതിരിക്കാൻ പറ്റുമോ? എന്താ ഇത്ര ആലോചിക്കാൻ? ബാമോ എടുത്തോണ്ട് ചെല്ല് മോളെ, ചെല്ല് ചെല്ല്. ക്ഷമിക്കണേ രാധേ, നിന്നെ മാത്രമേ സ്നേഹിക്കുമെന്ന് വാക്ക് തന്നിട്ട് ഒരു നിമിഷത്തേക്കെങ്കിലും മനസ്സ് പതറിപ്പോയതിന് എന്നോട് ക്ഷമിച്ചേക്കണേ. പ്രസാദേട്ടാ, തലവേദനയായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ? സാരമില്ല, ഈ ബാം പുരട്ടിക്കോ, വേഗം മാറിക്കോളും. ഞാൻ പുരട്ടിത്തരാം. വേണ്ട, എന്തെങ്കിലും മരുന്ന് ചെയ്യാതിരുന്ന തലവേദന കൂടുകയുള്ളൂ. ബാം പുരട്ടിയിട്ട് ഇത്തിരി ആവി കൂടി കൊണ്ടാ മതി. ഞാനല്ലേ പറയുന്നേ? ദാ തേക്ക്. വേണ്ടാന്ന് ഒരു കാര്യം ഒരു തവണ പറഞ്ഞ നിനക്കെന്താ മനസ്സിലാവില്ല? പുറകെ നടന്നിങ്ങനെ താലോലിക്കാൻ ഞാനെന്താ കൊച്ചുകുട്ടിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അതോ പതിയെ ഞാനെല്ലാം മറന്ന് നിന്റെ ഭർത്താവായിട്ട് മാറുമെന്ന് കരുതുന്നുണ്ടോ? നിന്റെ കഴുത്തി കിടക്കുന്ന താലിക്ക് അത് കൊരുത്തിട്ടിരിക്കുന്ന ചരടിന്റെ പോലും വിലയില്ലെന്ന് ഓർമ്മ വേണം. അത്രയും വിലയും സ്ഥാനമോ ഭാര്യ എന്ന നിലയിൽ എന്റെ ജീവിതത്തിൽ നിനക്കില്ല. ഞാനതിനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എല്ലാം ഒരു വേഷം കെട്ട് മാത്രമാണെന്ന് എനിക്കല്ലേ നന്നായിട്ട് അറിയാവുന്നത്. അതെ, ആരതിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ നീ വേഷം കെട്ടി. മുരളിക്ക് വേണ്ടി ഞാനും. അന്യരാ നമ്മള്. അതിനപ്പുറം ഒരു ഭാര്യയുടെ അടുപ്പമോ പരിചരണമോ അവകാശമായോ എന്റെ മുമ്പിൽ നീ വന്ന് നിൽക്കരുത്. എനിക്ക് വിശക്കുമ്പോ ഞാൻ ഭക്ഷണം കഴിക്കും, ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോ മരുന്നും കഴിക്കും. ഇതിനൊന്നിനും വേണ്ടി എന്നെ ക്ഷണിക്കാനോ എന്റെ മുമ്പിൽ പ്രേമപ്രകടനം നടത്താനോ നീ വരണ്ട, പ്ലീസ്. എന്റെ മുമ്പിൽ നിന്ന് എന്തിനാ കരയുന്നേ? ഞാൻ കാര്യോ പറഞ്ഞത്, അത് മനസ്സിലാക്കി പെരുമാറുക വേണ്ടത്. ഇവിടുന്ന് ഒന്ന് പോയി തന്നാ എനിക്ക് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കായിരുന്നു. മതി മതി, കുറച്ചു മതി. അല്ല, താൻ കഴിക്കുന്നില്ലേ? പ്രസാദേട്ടൻ കഴിച്ചോ? വിളമ്പിത്തരണ്ടേ? ഞാൻ അത് കഴിഞ്ഞിട്ടിരുന്നോളാം. അത് വേണ്ട, എന്റെ കൂടെ ഇരുന്നാ മതി. എങ്കിൽ ഞാൻ വിളമ്പിയിട്ടിരുന്നോളാം. തനിക്ക് മാത്രമല്ല, എനിക്കും അറിയാം വിളമ്പാൻ.
ഇരിക്കും. കുറച്ചു മതി. പ്രസാദേട്ടിന് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ? ഏയ്, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഉഗ്രൻ കറികൾ കൂടെ ആയപ്പോ ഞാൻ ശരിക്കും കഴിച്ചു. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പ്രസാദേട്ടനും കൂടി വന്നിരുന്നു. അതല്ലേ സത്യം? എനിക്ക് പ്രസാദേട്ടനെ നന്നായിട്ട് അറിയാം, കൈവെള്ളയിലെ രേഖ പോലെ. വെറുതെ പറഞ്ഞതല്ല. പ്രസാദേട്ടന്റെ ഓരോ മാറ്റവും ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്ന ആളാ ഞാൻ. പക്ഷേ എന്നിട്ടും പലപ്പോഴും പ്രസാദേട്ടൻ എനിക്ക് പിടിതരാതെ നടക്കുക. എന്തുകൊണ്ടാ അതെന്ന് ആലോചിച്ചിട്ട് ഒരു രൂപവും കിട്ടുന്നില്ല. അതൊക്കെ അഞ്ജലിക്ക് വെറുതെ തോന്നുന്നത്. അല്ലാന്ന് എനിക്കും അറിയാം, പ്രസാദേട്ടനും അറിയാം. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാമോ? എന്ത് കാര്യം? രാവിലത്തെ മൂഡ് ഓഫിന്റെയും ടെൻഷന്റെയും കഥ കള്ളക്കഥയല്ലേ? ഇതുവരെയും ഞാൻ കാണാത്തൊരു മുഖമായിരുന്നു ഇന്നത്തെ പ്രസാദേട്ടന്റെ മുഖം. മനസ്സില് പ്രസാദേട്ടന് ഞാൻ വലിയ സ്ഥാനമായിരുന്നു തന്നിരുന്നത്. അടുപ്പവും ബഹുമാനവും മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ എന്നിട്ടും പ്രസാദേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടു, വല്ലാത്ത രീതിയിൽ ശകാരിച്ചു. അതിനർത്ഥം ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്ന് തന്നെയാ. ഉണ്ട്, എനിക്കറിയാം. എന്തായാലും തുറന്നു പറയാം. നാളെ അതേ തെറ്റ് ആവർത്തിച്ച് പ്രസാദേട്ടന്റെ മുൻപിൽ കുറ്റക്കാരിയാവാൻ എനിക്കിഷ്ടമല്ല. ഒരു വാക്ക് കൊണ്ടുപോലും പ്രസാദേട്ടൻ എന്നെ നോവിച്ചാ അത് ഞാൻ സഹിക്കില്ല. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്, അത്രയൊക്കെ പറയാൻ മാത്രം എന്ത് കുറ്റമാ ഞാൻ ചെയ്തത്? ഒന്നുമില്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞില്ലേ, പിന്നെന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ? ചോദിക്കും. ശരിയായ ഉത്തരം കിട്ടുന്നതുവരെ ഞാൻ ചോദിക്കും. കാരണം അത്രയ്ക്ക് വിഷമിച്ചു, സങ്കടപ്പെട്ടു ഞാൻ. അതെന്ത് കാരണം കൊണ്ടാണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? പറ പ്രസാദേട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.